ആലിയ ഹിയർ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. എൻ്റെ MD3 വെൽനസ് ബാച്ചിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഒന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ 2023 മാത്രം നടന്ന സൂയിസൈഡ് ഡെത്ത് എന്ന് പറയുന്നത് 1,71,418 നാഷണൽ ക്രൈം ബ്യൂറോ NCRB പറയുന്നതാണ്. ഇതിനേക്കാളും എത്രയോ വലുതാണ് ശരിക്കുള്ളത് റിപ്പോർട്ട്. കാരണം നോർത്തിലുള്ള ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒന്നും കൗണ്ട് ചെയ്യാത്ത സൂയിസൈഡുകളാണ്. ഇത് ഇപ്പോൾ വലിയൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു റേറ്റ് പറയുവാണെങ്കിൽ 16.5% ഇൻ 1 lakh പോപ്പുലേഷൻ. അതൊരു ഗ്ലോബലിൽ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ റേറ്റിനേക്കാൾ കൂടുതലാണ്. 10.5% മാത്രമേ ഉള്ളൂ ഗ്ലോബലി പറയുവാണെങ്കിൽ. പക്ഷേ ഈ എസ്പെഷ്യലി കേരളത്തിൽ യങ് പീപ്പിളാണ്, 15-നും 29-നും ഇടയ്ക്കുള്ള യങ് പീപ്പിൾസ്, അവരുടെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വെൻ ഇറ്റ് ഈസ് കംസ് ടു കേരള നമുക്ക് വളരെ കഷ്ടമായിട്ട് തോന്നും. 30.6% ആണ് 1,00,000 ആളുകളിൽ ഉള്ളത്. എമംഗ് അതർ സ്റ്റേറ്റ് കേരളയാണ് നമ്പർ 1. ലിറ്ററസിയിലും കേരളയാണ് നമ്പർ 1 എന്നുള്ള കാര്യം വളരെ വിഷമം തന്നെ. ഓരോ വർഷവും കൂടുതലാവണേ. 2022 കൂടുതലാണ് 2023. 2023 8% ഇൻക്രീസ് ആണ്, കൂടുതലാണ്. ജനറൽ പാറ്റേൺ നോക്കുമ്പം 79 ആണ് ആണുങ്ങളുടെ ഇടയിൽ സൂയിസൈഡ്, 21 ആണ് സ്ത്രീകളുടെ ഇടയിൽ സൂയിസൈഡ്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺസ് നമുക്ക് വിശകലനം ചെയ്യാം. സ്റ്റുഡൻസ് കുട്ടികളൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ. പലതും പല ഫാക്ടേഴ്സ് ഉണ്ട്, കാരണമുണ്ട്. ഫാമിലി പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ്, അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമൺ ഫാക്ടറാണ് ഇത് ഞാൻ പറയുന്നത്. ഇതിനകത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് മരണത്തെക്കാൾ കൂടുതലാണ്, എത്രയോ കൂടുതലാണ് അറ്റംപ്റ്റ് തന്നെ. ഈ അറ്റംപ്റ്റിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ അറ്റംപ്റ്റിനെ നമുക്ക് ഇനി ഒരു അറ്റംപ്റ്റ് വരാതിരിക്കാനോ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തടയാൻ നമുക്ക് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് റീസൺസ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മറ്റങ്ങനെ പല കാരണങ്ങൾ ഞാൻ ശരിക്കും റിവീൽ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അവരുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം, എന്ത് പ്രശ്നത്തിനും ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു ഹോപ്പ് കൊടുക്കാൻ നിങ്ങൾക്കും കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. തുടരും.